ഹായ് ഹലോ. അങ്ങനെ കുറേ ദിവസങ്ങളായി നമ്മൾ കാത്തു നിന്നിരുന്ന ബിഗ് ബോസ് ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൂരം കൊടിയേറി കഴിഞ്ഞു. ഇനി 100 ദിവസത്തേക്ക് ബിഗ് ബോസ് ഉത്സവം. ഇന്ന് 1-ാമത്തെ ദിവസം. പ്രെഡിക്റ്റ് ചെയ്തവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ എത്തുമോ അതോ പല പല മാറ്റങ്ങൾ ഉണ്ടാകുമോ? എല്ലാം ഇന്നത്തോടു കൂടി അറിയാം നമുക്ക്. വീഡിയോകളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ മനോഹരമായ ബിഗ് ബോസ് ഹൗസാണ് കാണിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു കൊട്ടാരം പോലെ തന്നെയുണ്ട്. അങ്ങനെ മോഹൻലാൽ വീട് മുഴുവൻ ചുറ്റി കാണിക്കുന്നുണ്ട്. വീടിൻ്റെ അകമൊക്കെ അതിമനോഹരമാണ്. ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ റൂമും ഉണ്ട്. സുന്ദരനും സുന്ദരിയും ഒക്കെ ആകാനുള്ള ഒരു റൂം കൂടിയാണത്. പിന്നെ ബാത്റൂം, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം അതിമനോഹരമാണ്. ഈ പ്രാവശ്യം ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. അവിടെയാണ് ജയിൽ. ജയിലിനൊരു പ്രത്യേകതയുണ്ട്. ചെരിഞ്ഞ ജയിലാണ്. എന്നിട്ട് മോഹൻലാൽ പറയുന്നുണ്ട്, ഇതിൽ ജയിലാണല്ലോ, അല്ലാതെ മണിയറയൊന്നും അല്ലല്ലോ എന്നും പറയുന്നുണ്ട്. പിന്നെ പണിപ്പുര എന്ന് പറഞ്ഞ ഒരു റൂം കൂടി ഉണ്ട്. പേര് പോലെ തന്നെ 8ന്റെ പണി കൊടുക്കുന്ന ഒരു റൂം കൂടിയാണ് അത്. മത്സരാർത്ഥികൾ കൊണ്ടുവരുന്ന ലക്ഷറി ഐറ്റംസ്, ഡ്രസ്സ് ഒക്കെ ഈ റൂമിൽ ലോക്ക് ചെയ്തു വെക്കും. പിന്നെ അവർ ടാസ്ക് ചെയ്ത് ജയിച്ചാൽ മാത്രമേ അത് അവർക്ക് കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നല്ല മനോഹരമായ വീട് കണ്ടതിന് ശേഷം സ്റ്റേജാണ് കാണിക്കുന്നത്. കുറേ പേർ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ എമ്പുരാനി എന്ന മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ നമ്മുടെ ലാലേട്ടൻ നല്ല സുന്ദരനായി സ്റ്റേജിൽ വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്ത ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്രാവശ്യം വിറപ്പിക്കുന്ന പണി തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ എല്ലാവരും വോട്ട് കൊടുക്കണമെന്ന് ലാലേട്ടൻ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. ഒരു ടാസ്കോട് കൂടി മാത്രമേ ഓരോ കണ്ടസ്റ്റന്റിനും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഈ ടാസ്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അനുകൂലമായും പ്രതികൂലമായും ബാധിച്ചേക്കാം. ആദ്യം തന്നെ മോഹൻലാൽ വിളിക്കുന്നത് അനീഷിനെയാണ്. എഴുത്തുകാരനും കൃഷിക്കാരനുമാണ്. 5 വർഷമായിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആൾ കൂടിയാണ്. ഒരു കോമണറായിട്ടുള്ള ആളാണ് അനീഷ് ടിയാർ. ടാസ്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയാണ് ലാലേട്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനീഷ്. ഏതായാലും ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നത് കോമണറായിട്ടുള്ള അനീഷ് ടിയാർ എന്ന കണ്ടസ്റ്റൻ്റാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ പറയുന്നുണ്ട്, ഇതൊരു കൊട്ടാരം പോലത്തെ വീടാണല്ലോ എന്നൊക്കെ. പിന്നെ രണ്ടാമതായി ലാലേട്ടൻ വിളിക്കുന്നത് അനുമോൾ എന്ന നമ്മുടെ അനുക്കുട്ടിയെയാണ്. സീരിയൽ നടിയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം തൊട്ടേ ഇടം പിടിച്ച ആളാണ്. അങ്ങനെ അനുക്കുട്ടിയും ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഏതായാലും അനീഷ് അനുക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നെ അറിയാമോ എന്ന് അനുക്കുട്ടി ചോദിച്ചപ്പോൾ അറിയാം, പക്ഷേ നേരിൽ കണ്ടിട്ടില്ലല്ലോ. സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഭംഗി നേരിട്ട് കാണുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അനുക്കുട്ടിക്ക് അത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും വന്നപാടെ മുഖത്തടിച്ചതുപോലെ അയാൾ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. അനുമോളെ ഒന്ന് ചൊറിഞ്ഞതാണെന്ന് തോന്നുന്നു. മൂന്നാമതായി ആര്യൻ ഖത്തൂരിയ. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പേരാണ്. ജനിച്ചതും പഠിച്ചതും ഒക്കെ കൊച്ചിയിലാണ്. ഒരു ആക്ടറാണ്. മോഹൻലാൽ പറയുന്നുണ്ട്, താങ്കളെപ്പറ്റി എല്ലാവരും രൺബീർ കപൂറിനെ പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ വിനയത്തോടെ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. നാലാമതായി വരുന്നത് ചിരിയുടെ ലോകത്തിൽ നിന്നും സരികയാണ്. ഏതായാലും ബിഗ് ബോസ് ഹൗസിലുള്ളവരെയും പ്രേക്ഷകരെയും ചിരിപ്പിക്കാനായിട്ട് കലാഭവൻ സരികയും എത്തി. 5-ാമതായി വരുന്നത് ഒരു ഗായകനാണ്, അക്ബർ ഖാൻ. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം തൊട്ടേ ഇടം പിടിച്ച ഒരാളാണ് അക്ബർ ഖാൻ. ഏതായാലും മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ബോസ് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വരുന്ന മത്സരാർത്ഥി RJ ബിൻസി. പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ പേരും കൂടിയാണ്. RJയുമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് RJ ബിൻസി. 7-ാമതായി വരുന്നത് ഉനിൽ സാബു. 8-ാമതായി വരുന്ന മത്സരാർത്ഥി ബിന്നി സെബാസ്റ്റ്യൻ. ഗീതാ ഗോവിന്ദ സീരിയൽ അഭിനയിച്ച നടി കൂടിയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിരുന്ന പേര് കൂടിയാണ്. 9-ാമതായി വരുന്നത് അഭിശ്രീ. ആക്ടറാണ്, ക്രിക്കറ്ററും ഡാൻസറും ഒക്കെയാണ്. പിന്നെ ലാലേട്ടൻ അടുത്ത മത്സരാർത്ഥിയെ വിളിക്കുന്നുണ്ട്. പ്രായത്തിൽ എന്ത് കാര്യം, എക്സ്പീരിയൻസിലാണല്ലോ കാര്യം എന്ന് പറഞ്ഞ റെന ഫാത്തിമ എന്ന് പറയുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥിയാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററുമാണ്. 11-ാമതായി വരാൻ പോകുന്നത് മുൻഷി രഞ്ജിത്ത്. 12-ാമത്തേത് മോഡലിംഗ് രംഗത്തും ബിസിനസ് രംഗത്തും കഴിവ് തെളിയിച്ച ജഷിയ തഖറ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്.
13-ാമതായി വരുന്നത് സാരിക, ആങ്കറാണ്. 14-ാമതായി വരുന്നത് ഷാനവാസ്, ആക്ടറാണ്. 15-ാമതായി വരുന്നത് നവീൻ, മൾട്ടിനാഷണൽ ടാലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേട്ട പേര് കൂടിയാണ്. ഫാഷൻ കൊറിയോഗ്രാഫറാണ്. നെക്സ്റ്റ് മത്സരാർത്ഥിയായി വരുന്നത് ആതിര ആൻഡ് നോറ. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റിലെ ഉണ്ടായ ഒരു പേര് കൂടിയാണ്. ഇവർ ലെസ്ബിയൻ കപ്പിൾസാണ്. നെക്സ്റ്റ് 17-ാമതായി വരുന്ന കണ്ടസ്റ്റന്റ് ശൈത്യ സന്തോഷ്, അഡ്വക്കേറ്റാണ്, ഡാൻസറുമാണ്, വഴക്കാളിയൊക്കെ ആണെന്നും പറയുന്നുണ്ട്. 18-ാമതായി വരുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ് രേണു ആണ്, രേണുസുതിയോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനും രേണുസുതിയാണല്ലോ എന്ന്. അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് രേണു. നെക്സ്റ്റ് വരുന്നത് ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞ പേരാണ് അഫ്ഗാനി ശരത്ത്. ബിഗ് ബോസ് മത്സരാർത്ഥികളോട് എല്ലാവരോടും ലിവിംഗ് റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവരെയും. എന്നിട്ട് ഒരു ടാസ്ക് ചെയ്തിട്ടാണല്ലോ എല്ലാവരും ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആര്യൻ കഥൂരിയ, ബെന്നി സെബാസ്റ്റ്യൻ, ഷാനവാസ് ഇവരൊക്കെയാണ്. പിന്നെ സ്റ്റോർ റൂമിൽ പോയി എല്ലാവരും അവരവരുടെ പെട്ടികൾ എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ പെട്ടികൾ എടുത്തപ്പോൾ പെട്ടികളിലൊന്നും സാധനങ്ങളൊന്നുമില്ല. വിജയിച്ചവരുടെ പെട്ടികൾ മാത്രമേ എല്ലാ സാധനങ്ങളും ഉള്ളൂ. അതുകൊണ്ട് വിജയിച്ചവർക്കെല്ലാം ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്, സ്റ്റാറിൻ്റെ ഒരു ബാഡ്ജ് മാതിരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ സ്റ്റാർ തട്ടിയെടുക്കാനും അവകാശമുണ്ട്. ആരെങ്കിലും തട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെട്ടി തിരികെ കിട്ടും. ആരുടെ സ്റ്റാറാണോ നഷ്ടപ്പെട്ടത് അവരുടെ പെട്ടി ഉള്ളിലേക്കും പോകും. ഇതോടെ എപ്പിസോഡ് കഴിയുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.